അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇൻ അസമുത് ത്വലാഖ ഫഇന്നല്ലാഹ സമീഉൻ അലീം. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. നിങ്ങളുടെ ഭാര്യമാർ നിങ്ങൾക്ക് കൃഷിയിടമാണെന്നും നിങ്ങൾ നാളേക്ക് വേണ്ടി മുന്നൊരുക്കം നടത്തണം, ആഖിറത്തിലെ വിജയത്തിന് വേണ്ടി നല്ല ഒരു ദാമ്പത്യത്തിലേർപ്പെടണം, അള്ളാഹുവെ സത്യം ചെയ്തുകൊണ്ട് നന്മ ചെയ്യുന്നതിനും തഖ്വ ചെയ്യുന്നതിനും ജനങ്ങൾക്കിടയിൽ ഇസ്ലാഹ് ചെയ്യുന്നതിനും ഒന്നും തടസ്സം സൃഷ്ടിക്കരുത്. അഥവാ അള്ളാഹുവിനെ നിങ്ങളൊരു മറയായിട്ട് സ്വീകരിക്കരുത്. നിങ്ങൾ ചെയ്യുന്ന നിരർത്ഥകമായ സത്യങ്ങൾ, ബാത്തിലായ കാര്യങ്ങൾ, അതൊക്കെ നിങ്ങൾ വെടിഞ്ഞുകൊണ്ട് അതിന് കഫാറത്ത് നൽകിക്കൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങണം. അഥവാ നിങ്ങളുടെ സത്യത്തിൽ അടിയുറച്ച് നിൽക്കുകയാണെങ്കിൽ നന്മയ്ക്ക് വിരുദ്ധവും തഖ്വയ്ക്ക് വിരുദ്ധവുമായ അത്തരം സത്യങ്ങളുടെ കാര്യത്തിൽ അള്ളാഹു നടപടി സ്വീകരിക്കും. അവൻ പരലോകത്ത് വിചാരണ ചെയ്യും. നിങ്ങളുടെ സ്ത്രീകളുടെ കാര്യത്തിൽ അവരിൽ നിന്ന് അകന്നു നിൽക്കാൻ വേണ്ടി സത്യം ചെയ്തുകൊണ്ട് അവരുമായിട്ടുള്ള ലൈംഗിക ബന്ധം നിങ്ങൾ വിച്ഛേദിക്കുകയാണെങ്കിൽ, നിങ്ങൾ അങ്ങനെ സത്യം ചെയ്ത് ഈലാഹ് ചെയ്യുകയാണെങ്കിൽ അള്ളാഹു പറയുന്നു, 4 മാസത്തെ അവധി നിങ്ങൾക്കുണ്ട്. 4 മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ അവരെ തിരിച്ചെടുക്കണം, അവരുമായിട്ട് ബന്ധം പുനഃസ്ഥാപിക്കണം. അഥവാ നിങ്ങൾ ബന്ധം പുനഃസ്ഥാപിക്കുന്നില്ലെങ്കിൽ അള്ളാഹു പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ സത്യത്തിൽ തന്നെ അടിയുറച്ച് നിൽക്കുകയാണെങ്കിൽ വൈൻ അസമുത് ത്വലാഖ ഫഇന്നല്ലാഹ സമീഉൻ അലീം. അവർ ത്വലാഖ് തന്നെ ഉറപ്പിക്കുകയാണെങ്കിൽ, അവരതിൽ അടിയുറച്ച് നിൽക്കുകയാണെങ്കിൽ ഫഇന്നല്ലാഹ സമീഉൻ അലീം. അള്ളാഹു എല്ലാം കേട്ടുകൊണ്ട് അറിയുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. തുടർന്ന് അള്ളാഹു പറയുന്നു, വൽ മുത്തല്ലഖാത്തു, വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകൾ അല്ലെങ്കിൽ ത്വലാഖ് ചെയ്യപ്പെട്ട സ്ത്രീകൾ, യതറബ്ബസ്ന ബി അൻഫുസിഹിന്ന സലാസത ഖുറൂ, അവരുടെ കാര്യത്തിൽ അവർ വെയിറ്റ് ചെയ്യണം, 3 ഖുറൂ വെയിറ്റ് ചെയ്യണം. ത്വലാഖ് ചെയ്യപ്പെട്ട സ്ത്രീകളുടെ വെയിറ്റിംഗ് പീരീഡാണ് 3 ഖുറൂ. ഖുറൂ എന്നത് ഖർഇൻ്റെ പ്ലൂരലാണ്. വൽ ഖുറൂ ജംഉ ഖർഇൻ. ഇബ്നു ആഷൂർ റഹ്മഹുല്ലാഹ് പറയുന്നു, വഹുവ മുഷ്തറക്കുൻ ലിൽ ഹൈളി വത്തുഹർ. അത് ആർത്തവകാലത്തെയും ശുദ്ധികാലത്തെയും രണ്ടിനെയും കുറിക്കാൻ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. വഖാല അബൂ ഉബൈദ ഇന്നഹു മൗളൂഉൻ ലിൽ ഇന്തിഖാലി മിനത്ത് തുഹ്രി ഇലൽ ഹൈളി ഔ മിനൽ ഹൈളി ഇലത്ത് തുഹർ. ശുദ്ധിയുടെ കാലത്തുനിന്ന് ആർത്തവത്തിൻ്റെ കാലത്തിലേക്കുള്ള ട്രാൻസിഷനെയോ അല്ലെങ്കിൽ ആർത്തവകാലത്തുനിന്ന് ശുദ്ധിയിലേക്കുള്ള ട്രാൻസിഷനെയോ ഇതിനെ കുറിക്കാനാണ് ഈ പദം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു, അഖ്തലഫൽ ഉലമാഹു ഫിൽ മുറാദി മിനൽ ഖുറൂ. ഖുറൂഇൻ്റെ ഉദ്ദേശം, ഖുറൂ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ ഭിന്നാഭിപ്രായക്കാരാണ്. ഒന്നാമത്തെ വീക്ഷണം അന്നൽ ഖർ എന്നുള്ളത് അതിൻ്റെ പ്ലൂരലാണ് ഖുറൂ. അന്നൽ ഖർ ഹുവ തുഹർ, അത് ശുദ്ധിക്കാലം എന്നതാണ് ഒന്നാമത്തെ വീക്ഷണം. വഹാദ ഖൗലു ആയിഷ റളിയല്ലാഹു അൻഹയുടെ അഭിപ്രായം അതാണ്. വസൈദ് ബിൻ സാബിത്ത് വ ഇബ്നു ഉമർ വ ജമാഅത്തിൻ മിന സ്വഹാബ, സ്വഹാബികളിൽ ഒരു നല്ല വിഭാഗം ആളുകളുടെയും ഇബ്നു ഉമറിനെ പോലെയുള്ള സെയ്ദ് ബിൻ സാബിത്തിനെ പോലെയുള്ള ആളുകളുടെ അഭിപ്രായം അതാണ്. അതേപോലെ തന്നെ മദീനയിലുള്ള ഫുഖഹാക്കളുടെയും വ ജമാഅത്തിൻ മിൻ ഫുഖഹയിൽ മദീന, മദീനയിലുള്ള കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെയും വ മാലിക്കിൻ വ ഷാഫിഈ, ഇമാം മാലിക്, ഇമാം ഷാഫിഈ, അതുപോലെ ഇബ്നു ഹംബൽ, ഇമാം ഇബ്നു ഹംബലിൻ്റെയും അഹ്മദ് ബിൻ ഹംബലിൻ്റെയും ഒക്കെ അഭിപ്രായം അതാണ്. എന്നാൽ ഇബ്നു ആഷൂർ റഹ്മത്തുള്ളാഹി പറയുന്നു, വഖാല അലിയുൻ വ ഉമറു വ ഇബ്നു മസ്ഊദ് വ അബൂ ഹനീഫ വ സൗരി വ ഇബ്നു അബീ ലൈല വ ജമാഅ. അലി റളിയല്ലാഹു അൻഹു, അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, പിന്നീട് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി വ സൗരി, ഇമാം സൗരി വ ഇബ്നു അബീ ലൈല വ ജമാഅത്തുൻ, അങ്ങനെ ഒരുപാട് ആളുകളുടെ അഭിപ്രായം ഇന്നഹുൽ ഹൈളു, അത് ആർത്തവമാണ് എന്നാണ്. ആർത്തവകാലമാണ് ഖുർആൻ ഇവിടെ ഉദ്ദേശിച്ച ഖർ അഥവാ അതിൻ്റെ പ്ലൂറലായ ഖുറൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാലിക്കി മദ്ഹബിലും ഷാഫിഈ മദ്ഹബിലും ഹംബലി മദ്ഹബിലും വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീയുടെ വെയിറ്റിംഗ് പീരീഡ് ഇദ്ദ ഹനഫി മദ്ഹബിൽ നിന്ന് വ്യത്യാസമാണ്.
ആ വ്യത്യാസമുണ്ടാകുന്നത് ഖർ എന്നുള്ള ഈ വാക്കിന് വ്യത്യസ്തമായ അർത്ഥങ്ങൾ കൊടുക്കുന്നതുകൊണ്ടാണ്. സ്വഹാബികളിൽ ഒരു കൂട്ടം ആളുകൾ അതിന് ശുദ്ധി എന്നുള്ള അർത്ഥം കൊടുക്കുന്നു, ശുദ്ധിക്കാലം എന്ന അർത്ഥം കൊടുക്കുന്നു. മറ്റൊരു കൂട്ടം ആളുകൾ ഇമാം അബു ഹനീഫയും അദ്ദേഹത്തിന് മുമ്പ് സ്വഹാബാക്കളിൽ അലി റളിയല്ലാഹു, ഉമർ റളിയല്ലാഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ഉൾപ്പെടെയുള്ള ആളുകളും ഇതിന് ആർത്തവം എന്ന അർത്ഥം കൊടുക്കുന്നു. ഈ അർത്ഥവ്യത്യാസത്താൽ സ്ത്രീയുടെ ഇദ്ദയിൽ വെയിറ്റിംഗ് പീരീഡിൽ മദ്ഹബുകൾ തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അള്ളാഹു പറയുന്നു 3 ഖുറുവാണ് വെയിറ്റിംഗ് പീരീഡ്. നമ്മുടെ മദ്ഹബ് അനുസരിച്ചിട്ട് 3 ശുദ്ധിക്കാലമാണ്. ത്വലാഖ് ചെയ്യപ്പെടുന്നത് ഒരു ശുദ്ധിക്കാലത്താണെങ്കിൽ ഒരു കാലം കഴിഞ്ഞു, പിന്നെ ഒരു ആർത്തവകാലം കഴിഞ്ഞ് വരുന്ന ശുദ്ധിക്കാലം, അങ്ങനെ 2 ശുദ്ധിക്കാലം കഴിഞ്ഞു, വീണ്ടും ഒരു ആർത്തവമുണ്ടായിട്ട് പിന്നെ ഉണ്ടാകുന്ന ഒരു ശുദ്ധിക്കാലം, അങ്ങനെ 3 ശുദ്ധിക്കാലം കഴിഞ്ഞാൽ പിന്നെ സ്ത്രീ സ്വതന്ത്രയായി. അവൾ അത്രയും പീരീഡ് വെയിറ്റ് ചെയ്യണം. ആ പീരീഡിൻ്റെ ഇടയിൽ വലാ യഹില്ലു ലഹുന്ന അൻ യക്തുംന മാ ഖലഖല്ലാഹു ഫി അർഹാമിഹിന്ന ഇൻ കുന്ന യുഅ്മിന്ന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അവൾക്ക് അനുവാദമില്ല, ഹലാലല്ല, അൻ യക്തുംന മാ ഖലഖല്ലാഹു ഫി അർഹാമിഹിന്ന, അവളുടെ ഗർഭപാത്രത്തിൽ അല്ലെങ്കിൽ അവരുടെ ഗർഭപാത്രങ്ങളിൽ അള്ളാഹു എന്താണ് സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അള്ളാഹു സൃഷ്ടിച്ചതിനെ മറച്ചു വെക്കാൻ അവർക്ക് അനുവാദമില്ല. ഇൻ കുന്ന യുഅ്മിന്ന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അവർ അള്ളാഹുവിലും അന്ത്യനാളിലും ഈമാനുള്ളവരാണെങ്കിൽ അവർ മറച്ചു വെക്കാൻ പാടില്ല. കാരണം ആ ഒരു ഇദ്ദ പീരീഡ് എന്നുള്ളത് 2 കാര്യം ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഇബ്നു ആഷൂർ റഹിമഹുല്ലാഹ് അതിൻ്റെ മഖ്സദ് പറയുന്നത് അന്നൽ ഇദ്ദത്ത ഖുസിദ മിൻഹ തഹഖുഖു ബറാഅത്തി റഹിമിൽ മുത്തല്ലഖ, വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീ ഗർഭധാരിയല്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ്. ഒന്നാമത്തെ പർപ്പസ് അതാണ്. രണ്ടാമത്തെ പർപ്പസ് വൈന്തിലാറു സൗജി ലഅല്ലഹു അൻ യർജിയ, വിവാഹമോചനം ചെയ്ത ഭർത്താവോടെ തിരിച്ചെടുക്കാം എന്ന പ്രതീക്ഷയിൽ കാത്തു നിൽക്കാനാണ്. അവരുടെ മനസ്സ് മാറാൻ വേണ്ടിയിട്ടുള്ളൊരു സമയമാണ്. ഫബറാത്തു റഹിമി തഹ്സുലു ബിഹൈല, ഒരൊറ്റ മെൻസസ് കൊണ്ട് തന്നെ സ്ത്രീ ഗർഭധാരിയാണോ അല്ലയോ എന്ന് തീരുമാനമാകും. പക്ഷേ അതിൽ കൂടുതൽ കാലം വെയിറ്റ് ചെയ്യുന്നത്, 2 ശുദ്ധിക്കാലം എക്സ്ട്രാ വെയിറ്റ് ചെയ്യുന്നത് ഒമാസാദ അലഹി തംദീദും ഫിൽ മുദ്ദത്തി ഇന്തിലാറൻ റജ, ഭർത്താവ് തിരിച്ചെടുക്കുമെന്നുള്ള പ്രതീക്ഷയിലുള്ള കാത്തുനിൽപ്പിന് വേണ്ടിയാണ് ബാക്കിയുള്ള എക്സ്ട്രാ സമയം. അള്ളാഹു പറയുന്നത് വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീ 3 ഖുറു വെയിറ്റ് ചെയ്യണം. ആ വെയിറ്റിംഗ് പീരീഡിൽ അവർ ഗർഭധാരികളാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് സ്ത്രീകൾ മറച്ചു വെക്കാൻ പാടില്ല. വബുഊലത്തുഹുന്ന അഹക്കു ബി റദ്ദിഹിന്ന ഫീ ദാലിക ഇൻ അറാദു ഇസ്ലാഹ, ആ കാലയളവിൽ അവരുടെ വെയിറ്റിംഗ് പീരീഡിൽ, സ്ത്രീയുടെ ഇദ്ദ കാലയളവിൽ അവരെ തിരിച്ചെടുക്കാൻ ഏറ്റവും അർഹർ, മോർ ഡിസേർവിങ് അവരുടെ ഭർത്താക്കളാണ്. ബുഊലത്ത്, ബഅല് എന്നുള്ളതിൻ്റെ പ്ലൂരലാണ്. ഈ വാക്ക് ഒരുപാട് തവണ ഹീബ്രു ബൈബിളിൽ വന്നിട്ടുള്ള ഒരു വാക്കാണ്. അന്യദൈവങ്ങളെ, പ്രത്യേകിച്ച് കാനനൈറ്റ്സിൻ്റെ ദൈവങ്ങളെയൊക്കെ കുറിക്കാൻ വേണ്ടിയിട്ട് ബൈബിളിൽ വന്ന ഒരു വാക്കാണ്. ഹീബ്രു ബൈബിളിൽ വന്ന ഒരു വാക്കാണ്. പരിശുദ്ധ ഖുർആനിലും ഈ വാക്ക് വന്നിട്ടുണ്ട്. അതദ്ഊന ബഅലൻ വതദറൂന അഹ്സനൽ ഖാലിഖീൻ, ഏറ്റവും നല്ല സൃഷ്ടാവിനെ വിട്ടുകൊണ്ട് അവർ ബഅലിനെയാണോ വിളിക്കുന്നത്, ബഅലിനെയാണോ പ്രാർത്ഥിക്കുന്നത് എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. ബാലെന്ന് സാധാരണ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ നമ്മൾ തർജ്ജമ ചെയ്യുന്നതാണ് ബഅൽ. അതിൻ്റെ ലിറ്ററൽ അർത്ഥം മാലിക്, യജമാനൻ അല്ലെങ്കിൽ ലോഡ് എന്നൊക്കെയാണ്. ഇവിടെ ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ബുഊലത്തുഹുന്ന, അവരുടെ ബുഊലത്ത് എന്നുപയോഗിച്ചിരിക്കുന്നത് ഭർത്താക്കന്മാരെയാണ്. അവരുടെ യജമാനൻ മാലിക് എന്നുള്ള അർത്ഥത്തിൽ ഭർത്താക്കന്മാരെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഭർത്താക്കന്മാർക്കാണ് കൂടുതൽ അവകാശം ആ കാലയളവിൽ അവരെ തിരിച്ചെടുക്കാൻ. ഇൻ അറാദു ഇസ്ലാഹ, അവർ ഇസ്ലാഹ് ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ, അവർ 2 പാർട്ടിയും നന്മയാണ് ഉദ്ദേശിക്കുന്നത്, അവരുടെ വഴക്കൊക്കെ മാറി അവർ നല്ല രീതിയിൽ ജീവിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ആ കാലയളവിൽ ഭർത്താവിന് ഭാര്യയെ തിരിച്ചെടുക്കാം. അവനാണ് കൂടുതൽ അവകാശമുള്ളത്. തുടർന്ന് അല്ലാഹു പറയുന്നു വലഹുന്ന മിഥുലുല്ലതി അലൈഹിന്ന ബിൽ മഅറൂഫ്, അവൾക്ക് അവകാശങ്ങളുണ്ട് അവളുടെ മേൽ ഉത്തരവാദിത്തമുള്ളതുപോലെ ബിൽ മഅറൂഫ്, മഅറൂഫ് അനുസരിച്ചിട്ട്, കോമൺലി റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്ന നന്മയനുസരിച്ചിട്ട്, എല്ലാവരും അംഗീകരിക്കുന്ന ശുദ്ധപ്രകൃതിയുടെയും നിർമ്മല ബുദ്ധിയുടെയും തേട്ടമനുസരിച്ചിട്ട്. അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് മഅറൂഫ് എന്ന് പറയുക. അത്തരം മഅറൂഫ് അനുസരിച്ചിട്ട് ഭാര്യമാർക്ക് അവകാശങ്ങളുണ്ട്, അവർക്ക് ബാധ്യതയുള്ളതുപോലെ തന്നെ. വിവാഹമെന്ന് പറഞ്ഞാൽ ഒരു കരാറാണ്. ഈ കരാറനുസരിച്ചിട്ട് ഭാര്യമാർക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, ഭർത്താക്കന്മാർക്കും ഉത്തരവാദിത്തമുണ്ട്.
അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നു. ഭാര്യമാർക്ക് താമസ സ്ഥലവും അതുപോലെ ഭക്ഷണവും അവരുടെ ദൈനംദിന കാര്യത്തിന് വേണ്ടി ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഭർത്താവ് പ്രൊവൈഡ് ചെയ്യണം. 6 മാസത്തിൽ കൂടുമ്പോൾ അവർക്ക് പുതിയ വസ്ത്രങ്ങൾ എടുത്തു കൊടുക്കണം. അതുപോലെ അവരുടെ സ്വന്തം വീട്ടിൽ അവർക്ക് ഖാദിമുകളുണ്ടെങ്കിൽ, അവർക്ക് സേവൻസ് ഉണ്ടെങ്കിൽ അവർക്ക് സേവൻസിനെ വെച്ചു കൊടുക്കണം. ഫത്വൽ മൊയിനിൽ പറയുന്നത് കാണാം, അമ്മാമാല യഹുസുഹ കത്വബഹി ലി അഖിലിഹി വാസിലി തിയാബിഹി ഫലാ യജിബു അല വാഹിദി മിൻഹുമ ബൽ ഹുവ അല സൗജി ഫയൂഫിഹി ബി നഫ്സിഹി ഔ ബി ഗൈരിഹി. ഭാര്യയുടെയോ ഭാര്യയുടെ സേവൻറ്റിൻ്റെയോ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതല്ല ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, ഭർത്താവിൻ്റെ വസ്ത്രം അലക്കി കൊടുക്കുക എന്നുള്ളതൊക്കെ. ഫലാ യജിബു അല വാഹിദി മിൻഹുമ, അവരിൽ രണ്ടാൾക്കും അതിനുള്ള ഉത്തരവാദിത്തമില്ല, നിർബന്ധമില്ല. ബൽ ഹുവ അല സൗജി, അത് ഭർത്താവിൻ്റെ തന്നെ ഉത്തരവാദിത്തമാണ്. ഫയൂഫിഹി ബി നഫ്സിഹി ഔ ബി ഗൈരിഹി, ഒന്നുകിൽ ഭർത്താവ് സ്വന്തം തന്നെ ചെയ്യണം, അല്ലെങ്കിൽ വേറെ ആരെക്കൊണ്ടെങ്കിലും ചെയ്യിക്കണം. അത് ഭാര്യയുടെ ഉത്തരവാദിത്തത്തിൽ പെടുന്നില്ല. ഭാര്യയ്ക്ക് വേണ്ടി അപ്പോയിൻ്റ് ചെയ്ത് കൊടുക്കുന്ന ഖാദിമിൻ്റെയും അവരുടെ സേവൻറ്റിൻ്റെയും ഉത്തരവാദിത്തത്തിൽ പെടുന്നില്ല. ഇങ്ങനെ വിവാഹത്തിൻ്റെ കരാറനുസരിച്ച് ഭാര്യയ്ക്ക് അവകാശപ്പെട്ട അനേക കാര്യങ്ങളുണ്ട്. അതുപോലെ ഭർത്താവിന് അവകാശപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഭാര്യയുടെ ലൈംഗിക വിധേയത്വം. അള്ളാഹു പറയുന്നത് വലഹുന്ന മിഥുലുല്ലതി അലൈഹിന്ന ബിൽ മഅറൂഫ്, അവർക്ക് അവകാശങ്ങളുണ്ട്, അവരുടെ മേൽ ഉത്തരവാദിത്തങ്ങളുള്ളതുപോലെ തന്നെ മഅറൂഫ് അനുസരിച്ചുകൊണ്ട്. തുടർന്ന് അള്ളാഹു പറയുന്നത് വലിർ റിജാലി അലൈഹിന്ന ദറജ, പുരുഷന്മാർക്ക് അവരുടെ മേൽ ഒരു ദറജയുണ്ട്. ദറജ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ്, ഒരു പടി. ഇവിടെ ദറജ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. ഇബ്നു ജരീർ തബരി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ചില അഭിപ്രായങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. അതിലൊന്ന് അൻ സയ്യിദ് ഇബ്നു അസ്ലം ഫി ഖൗലിഹി വലിർ റിജാലി അലൈഹിന്ന ദറജ ഖാല ഇമാറ, നേതൃത്വമാണ് ഇവിടെ പുരുഷന്മാർക്കുള്ള ദറജ കൊണ്ട് ഉദ്ദേശിച്ചത് എന്നാണ് ഒരഭിപ്രായം. മറ്റൊരഭിപ്രായം അൻ മുജാഹിദ്, മഹാനായ വ്യാഖ്യാതാവ് മുജാഹിദ് റഹ്മത്തുള്ളാഹിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടതാണ്. വലിർ റിജാലി അലൈഹിന്ന ദറജ എന്നുള്ളതിൽ അദ്ദേഹം പറഞ്ഞത് മാ ഫല്ലലഹുല്ലാഹു ബിഹി അലൈഹ മിനൽ ജിഹാദ് വ ഫദ്ലു മീരാത്തിഹി, അനന്തരാവകാശത്തിൻ്റെയും ജിഹാദിൻ്റെയൊക്കെ വിഷയത്തിൽ പുരുഷന്മാർക്കുള്ള ദറജയാണ് ഉദ്ദേശിച്ചത്, സ്ത്രീകൾക്കില്ലാത്ത ദറജ. പക്ഷേ ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഈ സാഹചര്യവുമായിട്ട് ഏറ്റവും ഒത്തു വന്നിട്ടുള്ളത്, പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിൽ ഏറ്റവും കോണ്ടക്ച്വലി സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഖാലൽ മാവർദി യുഹ്തമലു അന്നഹ ഫി ഹുഖൂഖ് നിക്കാഹ് ലഹു റഫഉൽ അഖ്ദി ദൂനഹ, വിവാഹത്തിൻ്റെ വിഷയത്തിൽ പുരുഷന്മാർക്ക് വിവാഹത്തിൻ്റെ കരാറ് റദ്ദ് ചെയ്യാനുള്ള അഥവാ ത്വലാഖിനുള്ള അവകാശമുണ്ട്. അതാണിവിടെ ഉദ്ദേശിച്ചത് എന്ന ഒരഭിപ്രായം മാവർദി റഹ്മത്തുള്ളാഹിയുടെ അഭിപ്രായം ഇബ്നു ആഷൂർ റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഏറ്റവും കോണ്ടക്ച്വലി സ്യൂട്ടബിൾ ആയിട്ടുള്ള അർത്ഥം അതാണ്. കാരണം ഇവിടെ പറഞ്ഞു വരുന്നത് ത്വലാഖിൻ്റെ വിഷയമാണ്. ത്വലാഖിനുള്ള അവകാശം പുരുഷനാണ്. പക്ഷേ ആ അവകാശം പുരുഷന് വേണമെങ്കിൽ സ്ത്രീക്ക് കൊടുക്കാം. അതിന് തഫ്വീൽ എന്നാണ് പറയുക, അല്ലെങ്കിൽ തംലീക്ക് എന്ന് പറയും. ഒരു സ്ത്രീക്ക് അവകാശപ്പെടുത്തി കൊടുക്കാം, അവകാശത്തെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ അവകാശപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ സ്ത്രീക്ക് സ്വയം ഞാൻ മോചിതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മോചിതയാകാം. അതുപോലെ സ്ത്രീക്ക് വേണമെങ്കിൽ മഹർ തിരിച്ചു കൊടുത്തുകൊണ്ട് ത്വലാഖ് ആവശ്യപ്പെടാം. അതിന് ഹുല അല്ലെങ്കിൽ ഹുൽഅ് എന്നാണ് പറയുന്നത്. അതിനും പുറമെ ഖാലിക്ക് ഇടപെട്ടുകൊണ്ട് വിവാഹം ദുർബലപ്പെടുത്താം, ഫസ്ഖ് ചെയ്യാം. വിവാഹ സമയത്ത് ചില കണ്ടീഷൻസ് വെച്ചുകൊണ്ട് ഇന്ന കാര്യങ്ങൾ ഭർത്താവിൽ നിന്നുണ്ടായിക്കഴിഞ്ഞാൽ മോചിതയാകും എന്ന് കരാറ് വെച്ചുകൊണ്ട് വിവാഹം ചെയ്തു കഴിഞ്ഞാൽ ആ കണ്ടീഷൻസ് ഭർത്താവ് അനുസരിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ഖാലിയെ സമീപിച്ചുകൊണ്ട് വിവാഹം ദുർബലപ്പെടുത്താം അഥവാ ഫസ്ഖ് ചെയ്യാം എന്നതാണ് ഹനഫി മദ്ഹബിൻ്റെ വിധി. ഇങ്ങനെ ഖാലിയെ സമീപിച്ചുകൊണ്ട് ഫസ്ഖിനും അതുപോലെ ഭർത്താവിനോട് ത്വലാഖ് ആവശ്യപ്പെട്ടുകൊണ്ട് ഹുൽഇനുമുള്ള അവകാശം ഭാര്യയ്ക്കുണ്ടെങ്കിലും നിരുപാധികമായിട്ട് വിവാഹ കരാറിൽ നിന്ന് പിന്മാറാനുള്ള അവകാശം ഭർത്താവിൽ നിക്ഷിപ്തമാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് വലിർ റിജാലി അലൈഹിന്ന ദർജ, പുരുഷന്മാർക്ക് അവരുടെ മേൽ ഒരു ദർജയുണ്ട്. വല്ലാഹു അസീസുൻ ഹക്കീം, അള്ളാഹു അസീസാണ്, ഇസ്സത്തുള്ളവനാണ്, അതുപോലെ അവൻ ഹക്കീമുമാണ്, വളരെ വിസ്ഡമുള്ളവനുമാണ്. ഇങ്ങനെ എന്തുകൊണ്ടാണ് പുരുഷൻ ഈ ഒരു അവകാശം നൽകിയത്
എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഓർക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട സിഫത്തുകളാണ്: അവൻ അസീസാണ്, ഇസ്സത്തുള്ളവനാണ്, അവൻ ഹിക്മത്തുള്ളവനുമാണ്. അവൻ്റെ ഹിക്മത്തിൻ്റെ പുറത്തൊന്നും അവൻ തീരുമാനിക്കുന്നില്ല. അതുപോലെ അവൻ്റെ ഇസ്സത്തിന് കോട്ടം തട്ടുന്ന വിധത്തിലുള്ള ഒരു കൽപ്പനയും അവൻ നൽകുന്നുമില്ല. അവൻ അസീസുമാണ്, അവൻ ഹക്കീമുമാണ്. ത്വലാഖിൻ്റെ വിഷയം തന്നെയാണ് തുടർന്ന് വരുന്ന ആയത്തിലും പറയുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. വാഹിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.